കാതലിക ബാബുവിനെയും കമലാസനത്തിന്റെ ഉത്തരവാദിത്തമായി നമുക്കെല്ലാം നേതൃത്വം കൊണ്ടുകൊണ്ടിരിക്കുന്നതുമായ അഭിമന്യനായ അഭിമന്യ ബഹുമാന്യരായ കർത്താവിനായ വിശ്വാസം അനേക തരത്തിലുള്ള വികാരങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഈ അവസരത്തിൽ നിറയുന്നതുകൊണ്ട് എന്ത് പറയണമെന്ന് തന്നെ അറിയാൻ പാടില്ലാതെ നിൽക്കുകയാണ്. 2011 ഈ പള്ളിയുടെ പടിഞ്ഞാറ് വശത്തുള്ളതായ നമ്മൾ ഘോഷയാത്ര ആരംഭിച്ചതായ കൃഷികൾ ഈ പള്ളിക്ക് വേണ്ടി നീതിയും ന്യായവും നടപ്പാക്കിയിട്ടുള്ളതായ ആവശ്യവുമായി പരിശുദ്ധ പിതാക്കന്മാർ അവിടെ ഉപവാസം അനുഷ്ഠിച്ച് ആരംഭിച്ചു. അന്ന് നടക്കേണ്ടിയിരുന്നതായ ഘോഷയാത്രയാണ് ഇന്ന് അവിടുന്ന് അതിനുശേഷം എന്തൊക്കെ കഷ്ടതകളിലൂടെ കടന്നുപോയി എന്നുള്ളതിന് പ്രത്യേകിച്ച് വിവരിക്കേണ്ടതായ ആവശ്യമില്ല. കുറേ പേരെ എല്ലാ കാലവും എല്ലാ മനുഷ്യരെയും കുറേ കാലവും കബളിപ്പിക്കാൻ സാധിക്കുന്നു. എന്നാൽ എല്ലാ മനുഷ്യരെയും എല്ലാ കാലവും കബളിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതായ മഹത്വചനം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. കാരണം സത്യത്തിന്റെ എതിരാളികൾ സത്യത്തെ എങ്ങനെയൊക്കെ കൂട്ടിമാറ്റുവാനും വളച്ചൊടിക്കുവാനും ശ്രമിച്ചാലും അവസാനം സത്യം ജയിക്കും എന്നുള്ളതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള തെളിവാണ് ഇന്ന് നമ്മളിവിടെ ആയിരിക്കുവാൻ ഇടയായിരിക്കുന്നത്. ദൈവത്തിന്റെ വലിയ കരുണയ്ക്ക് നമുക്ക് സ്തുതി പാടാം. അനേകരുടെ വലിയ വലിയ പ്രവർത്തനങ്ങൾ പിന്നിലുണ്ട് എന്നുള്ളത് ഇതിനകം സൂചിപ്പിച്ചു കഴിഞ്ഞു. കേസ് ജയിക്കുന്നത് വാസ്തവത്തിൽ വക്കീലന്മാരെ ആഗ്രഹം കൊണ്ടാണ് എന്ന് പറയാമെങ്കിലും വക്കീലന്മാരെ കേസ് പഠിപ്പിക്കുന്നവരുടെ റോളാണ് അതിനേക്കാളും പ്രാധാന്യം ലഭിക്കുന്നതായിട്ടുള്ളത്. ആ കാര്യത്തിൽ അഭിമന്യ എനിക്ക് ഈ സംശയമില്ല. ദിവസങ്ങളോളം ഡൽഹിയിൽ പോയി താമസിച്ച് ഊണും ഉറക്കവുമില്ലാതെ ഈ കേസിന്റെ സകലവും പഠിച്ച് 1995 എന്തെങ്കിലും വ്യാഖ്യാനങ്ങളുടെ പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം തീർക്കുവാൻ വേണം കറതീർന്ന വിധി സമ്പാദിക്കുവാനായിട്ട് സാധിച്ചതിന്റെ പ്രധാന പ്രവർത്തനമാണ്. അദ്ദേഹത്തോട് പ്രവർത്തിച്ചൊരു അറിവുണ്ട്. നമ്മുടെ ഈ ഇടവകയിലെ വികാരി ബഹുമാനപ്പെട്ട സണ്ണി, അതുപോലെ ഇവിടുത്തെ മാനേജ്മെന്റ് അംഗങ്ങൾ, അങ്ങനെ അനേകം ആളുകളുണ്ട്. ഈ കേസിന് വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവർ അനേകമുണ്ട്. ഇത് നെഞ്ചിലേക്ക് ഓരോ ദിവസവും ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നവർ അനേകമുണ്ട്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും അതിശ്രേഷ്ഠമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എല്ലാ വിധികളും ശ്രേഷ്ഠമാണ് എങ്കിലും ശ്രേഷ്ഠമായ വിധികളുടെ ശ്രേഷ്ഠമായ വിധി എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. എന്തെങ്കിലും വ്യാഖ്യാന പ്രശ്നം ഉണ്ടായെങ്കിൽ അതെല്ലാം വേർതിരിക്കുന്നു. മലങ്കര സഭയിൽ പ്രശ്നമുണ്ടാകുന്നത് ആരാണ്, എന്തുകൊണ്ടാണ് കോടതികൾ അനേകം ഉണ്ടായിട്ട് ഈ പ്രശ്നങ്ങൾ തീരാത്തത് എന്നെല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതിലൊന്നും ഈ ശക്തിക്ക് വഴിയില്ല. അതെല്ലാം സത്യത്തിൽ ഈ നിലനിൽക്കുക മറ്റുള്ള കേസുകൾക്കെല്ലാം അത് ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിന് വലിയ തന്നെ നമുക്ക് നോക്കപ്പെടുത്താം. അതോടൊപ്പം തന്നെ പരിശുദ്ധ പിതാവിന്റെ വാക്കുകളെ നമുക്ക് നെഞ്ചിലേറ്റാം. നമ്മൾ അമിതമായിട്ടുള്ള ആവശ്യമോ ഒന്നും പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ലായെങ്കിൽ ദൈവത്തിന്റെ കരുണയെ ആശ്രയിച്ചുകൊണ്ട് മുന്നേറേണ്ടിയിരിക്കുന്നു. അത് ഓർത്തഡോക്സ് സാധിക്കും. അനേകം ആളുകൾ കേസുകൾ നടത്തുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ച അവസ്ഥയിൽ പോലും യാതൊന്നും കൂസാതെ കേസുകൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും അതിന് അന്തിമമായിട്ട് ലഭിക്കുകയും ചെയ്തു. നമ്മുടെ ഓർത്തഡോക്സ് വിശ്വാസികൾ 1970 മുതൽ കാത്തിരുന്ന ശുഭമുഹൂർത്തമാണ് ഇന്ന് എന്ന് വേണ്ടി നമുക്ക് പറയാം. കാരണം നമ്മളെല്ലാം വിശ്വാസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നാൾ സത്യം ജയിക്കും. ആ സത്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളും. അതിന് ആദ്യ പരാജയങ്ങൾ ഉണ്ടായാലും അന്തിമമായി വിജയിക്കുവാൻ പോകുന്നത് സത്യമാണ് എന്നതായ അടിയുറച്ച വിശ്വാസത്തിൽ നിന്ന വിശ്വാസമാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ദൈവത്തിന്റെ മഹാകരുണയെ നമുക്ക് സ്തുതിക്കാം. നമുക്ക് തുറന്ന മനസ്സോടെ എല്ലാവരോടും പെരുമാറാം. ദൈവത്തിന് അനുഗ്രഹം നൽകി നമ്മളെ ഭാവിയിൽ എല്ലാം ഭംഗിയെ നടത്തുന്നതിന് വേണ്ടി സമയം മുഴുവനും എൻ്റെ വിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ ശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്